Hi dear students, Integrals എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 7.1 12 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ 1 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ് ആദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12 ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഓരോ ടേമിനെയും ന്യൂമറേറ്ററിൽ 3 ടേംസ് ഉണ്ട്, ഓരോ ടേമിനെയും ഡിനോമിനേറ്റർ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം: ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 3x ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എക്സ്പൊണൻഷ്യലിൻ്റെ റൂൾസൊക്കെ ഉപയോഗിക്കണം. ഇത് എക്സ് റേസ് ടു 3 ആണ്. എക്സ് റേസ് ടു 3 ഇൻറ്റു ഈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ എക്സ് റേസ് ഹാഫ് മേലോട്ട് എടുക്കുമ്പോൾ മൈനസ് ഹാഫ് ആവും. അപ്പോൾ 3 മൈനസ് ഹാഫ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു 5/2 അല്ലേ? 6 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 5/2. ദിസ് ഈസ് നത്തിങ് ബട്ട് എക്സ് റേസ് ടു 5/2 x raised to 5/2 plus this is 3 into the x raised to 1 x raised to half, x raised to 1 minus half എന്ന് പറയുമ്പോൾ x raised to half plus 4 into this is x raised to half. ഇപ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ x raised to minus half. ഇതെല്ലാം എക്സ്പൊണൻഷ്യലിൻ്റെ റൂൾസാണ്, നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച. ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് പോവാണ്. x raised to n-ൻ്റെ ഇൻ്റഗ്രൽ x raised to n plus 1 ഡിവൈഡ് ബൈ n plus 1 ആണ്. സോ ഇതിൻ്റെ ആൻസർ x raised to ഇവിടെ 5/2 plus 1 എന്ന് പറഞ്ഞാൽ 7/2 ആണല്ലോ, 7/2. So x raised to 7/2 divided by 7/2 plus 3 into x raised to half ഇൻ്റെത് x raised to half plus 1. എന്താണ് half plus 1? It is 3/2. So x raised to 3/2 divided by 3/2 plus 4 into x raised to minus half ഇൻ്റെത് x raised to minus half plus 1 എന്ന് പറഞ്ഞാൽ x raised to half തന്നെയാണ്. x raised to half divided by half പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻസർ. കുറച്ചുകൂടി നീറ്റാക്കി നമ്മൾ ആൻസർ എഴുതിയാൽ എങ്ങനെയുണ്ടാവും? ഈ 2/7/2 പകരം നമുക്ക് ഇങ്ങനെ എഴുതാം: 2/7 x raised to 7/2 പ്ലസ് നമുക്ക് ഈ 3 ക്യാൻസൽ ചെയ്യാം, 2 x raised to 3/2 പ്ലസ് നമുക്ക് ഈ 2നെ ഇങ്ങോട്ട് ജോയിൻ്റ് അടിച്ചാൽ 8 x raised to half പ്ലസ് സി എന്നാണ് ഇതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ 8 റൂട്ട് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ തുടങ്ങാം. ദിസ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ നമ്മൾ കോമൺ ഫാക്ട് എടുക്കുന്നു. ആദ്യത്തെ 2 ടേമിൽ എക്സ് സ്ക്വയർ ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്, എക്സ് സ്ക്വയർ ഇൻറ്റു ബാക്കി എക്സ് മൈനസ് 1 പ്ലസ് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം അതേപോലെ അങ്ങ് എഴുതുന്നു. എക്സ് മൈനസ് 1 ജസ്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് എഴുതുന്നു. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഈസ് എക്സ് മൈനസ് 1 ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ എക്സ് മൈനസ് 1 അഗെയിൻ കോമൺ ഫാക്ടറാണ്. സോ എക്സ് മൈനസ് 1 കോമൺ ഫാക്ടർ എടുത്താൽ ഇവിടെ ബാക്കി എക്സ് സ്ക്വയർ, ഇവിടെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഡി എക്സ്. സോ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്യുന്നു. സോ ദിസ് ഇസ് ബിക്കംസ് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ഇനി ടേം വൈസ് ഇൻ്റഗ്രലാണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. 1 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ്. നമുക്കിതിനെ ജസ്റ്റ് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇൻ്റഗ്രൽ 1 ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിന് നമുക്ക് വേണമെങ്കിൽ എക്സ് റേസ്റ്റ് ഹാഫ് എന്ന് എഴുതാം, റൂട്ട് എക്സ് എന്ന് എഴുതിയാലും മതി. മൈനസ് ഇവിടെ എക്സ് റേസ്റ്റ് 1 എക്സ് റേസ്റ്റ് ഹാഫുമാണ്. അപ്പോൾ ഇവിടെ എക്സ്പൊണൻഷ്യൽ റൂൾ പ്രകാരം 1 പ്ലസ് 3/2 ആണ്. 1 പ്ലസ് 1/2 ആണ്. ദിസ് 3/2 ആണ്. എക്സ് റേസ്റ്റ് ടു 3/2 ഡി എക്സ് എന്നായിട്ട് മാറി നമ്മുടെ ചോദ്യം. അപ്പോൾ എക്സ് റേസ്റ്റ് ഹാഫ് 1 ഇൻറ്റു എക്സ് റൂട്ട് എക്സ് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് റേസ്റ്റ് 3/2. നമ്മൾ ഓരോന്നിൻ്റെയും ഇൻ്റഗ്രേഷൻ എഴുതും. എക്സ് റേസ്റ്റ് ഹാഫിൻ്റെ ആൻസർ എക്സ് റേസ്റ്റ് 3/2 ഡിവൈഡഡ് ബൈ 3/2
minus x raised to 3 by 2 plus 1. What is 3 by 2 plus 1? It is 5 by 2. So x raised to 5 by 2 divided by 5 by 2 plus c. നമുക്ക് ഈ ഡിനോമിനേറ്റർ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. ദിസ് ക്യാൻ ബി റൈറ്റ് ലൈക്ക് ദിസ് 2 by 3 x raised to 3 by 2 minus 2 by 5 x raised to 5 by 2 plus c. This is the final answer. Next question number 15 ആണ് root x into 3x square plus 2x plus 3 dx. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ദിസ് ഇൻ്റഗ്രൽ ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. ഇൻ്റഗ്രൽ ആദ്യം റൂട്ട് എക്സ് ഇൻറ്റു 3x² ആണ്. 3യെ നമ്മൾ ആദ്യം എഴുതുന്നു. 3 എക്സ് റേസ്റ്റ് 2 ഇൻറ്റു എക്സ് റേസ്റ്റ് ഹാഫ് ആണ്. അപ്പോൾ 2 പ്ലസ് ഹാഫ് അല്ലേ. 2 പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 5 by 2 ആണല്ലോ. അപ്പം എക്സ് റേസ് ടു 5 by 2 ഇത് ജസ്റ്റ് എക്സ്പൊണൻഷ്യൽ റൂൾസ് ആണ്. പ്ലസ് എഴുതുന്നു. വീണ്ടും റൂട്ട് എക്സ് ഇൻറ്റു 2x. അപ്പോൾ 2ന് ആദ്യം എഴുതുന്നു. എക്സ് റേസ് ടു 1 ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എക്സ് റേസ് ടു 3 by 2 പ്ലസ് അവസാനത്തെ ടേം 3 റൂട്ട് എക്സ് ആണ്. 3 ഇൻറ്റു റൂട്ട് എക്സ്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യനെ റീറൈറ്റ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ ഇൻ്റഗ്രലേഷനിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഇൻ്റഗ്രൽ പ്ലസ് സെക്കൻഡ് ഇൻ്റഗ്രൽ പ്ലസ് തേർഡ് ഇൻ്റഗ്രൽ. അപ്പോൾ ആദ്യം നമ്മൾ കോൺസ്റ്റൻറ്റിനെ പുറത്ത് എഴുതി. എക്സ് റേസ്റ്റ് 5 by 2ൻ്റെ ആൻസർ 5 by 2 plus 1. 5 by 2 plus 1 ഒക്കെ നമുക്ക് സൈഡിൽ എഴുതിയാൽ മതി. 7 by 2 എന്നാണ് വരിക. അപ്പോൾ ആൻസർ എക്സ് റേസ് ടു 7 by 2 ഡിവൈഡഡ് ബൈ 7 by 2 പ്ലസ് 2 ഇൻറ്റു എക്സ് റേസ് ടു 3 by 2 plus 1. 3 by 2 plus 1 എന്ന് പറഞ്ഞാൽ 5 by 2 ഡിവൈഡഡ് ബൈ 5 by 2 പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു ഹാഫിൻ്റെ ആൻസർ ഹാഫ് പ്ലസ് 1. ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 by 2 ഡിവൈഡഡ് ബൈ 3 by 2 പ്ലസ് സി. ദിസ് ഈസ് അവർ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് തിരിച്ചെഴുതാം. ഈ 2 by 7 by 2നെ 2 by 7 എന്ന് എഴുതുമ്പോൾ ഇത് 6ൻ്റെ കൂടെ 6 by 7 എന്നാവും. 6 by 7 എക്സ് റേസ് ടു 7 by 2 പ്ലസ് ഈ 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 by 5 എക്സ് റേസ് ടു 5 by 2 പ്ലസ് 3 ക്യാൻസൽ ആവുന്നു. 2 ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. 2 എക്സ് റേസ് ടു 3 by 2 പ്ലസ് സി. 2 എക്സ് റേസ് ടു 3 by 2 പ്ലസ്. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഇൻ്റഗ്രൽ 2x മൈനസ് 3 cos x പ്ലസ് ഇ റേസ് ടു എക്സ് ഡി എക്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിവിടെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷനാണ്. ഓരോ ടേമിനെയും ഡയറക്റ്റായിട്ട് ടേം വൈസ് ഇൻ്റഗ്രേഷൻ നടത്തുന്നു. ആദ്യം 2xൻ്റെ ഇൻ്റഗ്രൽ എഴുതുന്നു. 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം x² ഡിവൈഡ് ബൈ 2 ആണ്. മൈനസ് 3 cos xൻ്റെ ഇൻ്റഗ്രൽ എഴുതുമ്പോൾ 3 എഴുതുന്നു. കോൺസ്റ്റൻറ്റിന് എപ്പോഴും നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് എഴുതാൻ പറ്റും. കോൺസ്റ്റൻസ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ഇൻ്റഗ്രൽ സൈൻ. സോ 3 ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം സൈൻ എക്സ് ആണ്. പ്ലസ് ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ്. സോ ദിസ് ഈസ് അവർ ആൻസർ പ്ലസ് സി. നമുക്ക് വേണമെങ്കിൽ ഈ 2 ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എഴുതാവുന്നതാണ്. നിങ്ങൾ എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. 17. ഇവിടെയും നമുക്ക് ടേം വൈസ് ഇൻ്റഗ്രേഷൻ തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഡയറക്റ്റായിട്ട് ഞാൻ ആൻസർ എഴുതുന്നു. ഈസ് ഈക്വൽ ടു ആദ്യത്തേത് 2x² അല്ലേ. ഇൻ്റഗ്രേഷൻ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ആൻസർ എഴുതുകയാണ്. 2 ഇൻറ്റു x² ഇൻ്റഗ്രൽ x³ ഡിവൈഡഡ് ബൈ 3 അല്ലേ. എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 മൈനസ് 3 ഇൻറ്റു സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ ആ മൈനസ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. മൈനസ് കോസ് എക്സ്. ഓക്കെ. അഗെയിൻ പ്ലസ് 5 ഇൻറ്റു ഇത് എക്സ് റേസ് ടു ഹാഫ് ആണ്. എക്സ് റേസ് ടു ഹാഫിൻ്റെ ആൻസർ എക്സ് റേസ് ടു ഹാഫിൻ്റെ ആൻസർ എക്സ് റേസ് ടു ഹാഫ് പ്ലസ് 1 ബൈ ഹാഫ് പ്ലസ് 1 അല്ലേ. ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 by 2 ആണ്. ഡിവൈഡ് ബൈ 3 by 2. ഒന്നും കൂടി നമുക്ക് മാറ്റി എഴുതിയാൽ 2 by 3 x³ പ്ലസ് 3 cos x പ്ലസ് ഈ 2നെ നമുക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ 10 by 3 എക്സ് റേസ് ടു 3 by 2 പ്ലസ് സി. ലാസ്റ്റ് നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എഴുതിയിരിക്കണം. ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷന് എഴുതിയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്.
ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഓക്കെ, ഇവിടെയും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. ദെർഫോർ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ്, ഫസ്റ്റ് ടേം സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് അല്ലേ. രണ്ട് ടേമായിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. സീക്ക് എക്സ് ടാൻ എക്സ്. പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയത്. വേറെ ടെക്നിക്സ് ഒന്നും നമുക്കിപ്പോൾ നിലവിൽ അറിയില്ല, അതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. ഇനി നമുക്കറിയാം ഈ രണ്ട് ടേംസും ഫസ്റ്റ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ്, അത് നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻ്റഗ്രലുള്ള ഫംഗ്ഷനാണ് ടാൻ എക്സ് ആണ് അതിൻ്റെ ആൻസർ. ടാൻ എക്സ് ആണ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മീൻസ് ടാൻ എക്സ് പ്ലസ് അഗെയിൻ സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ആരുടെ ഡെറിവേറ്റീവ് ആണ് എന്നാണ് ചോദ്യം. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ സീക്ക് എക്സ് ടാൻ എക്സ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇത് ആരുടെ ഡെറിവേറ്റീവ് ആണ്. ഈ സീക്ക് സ്ക്വയർ എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ് ടാൻ എക്സിൻ്റെ. ആരുടെ ഡെറിവേറ്റീവ് ആണ് എന്ന് ചോദിക്കുന്നതിന് പകരമുള്ള ചോദ്യമാണ് ഇൻ്റഗ്രൽ. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ്? സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് കൃത്യമായിട്ട് അറിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്, ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ്, സീക്ക് എക്സ് പ്ലസ് സി. സോ ദിസ് ഈസ് അവർ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 19. ഓക്കെ, സീക്ക് സ്ക്വയർ എക്സ് ബൈ കൊസീക്ക് സ്ക്വയർ എക്സ്. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്യാം. എങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുക? ഇൻ്റഗ്രൽ ഈ 1 ബൈ കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ അല്ലേ, സൈൻ സ്ക്വയർ എക്സ്. 1 ബൈ കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈൻ ആണല്ലോ, സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഈ സീക്ക് സ്ക്വയർ എക്സ് ഇല്ലേ, സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് സ്ക്വയർ അല്ലേ, 1 ബൈ കോസ് സ്ക്വയർ. അപ്പോൾ ഞാൻ ഇവിടെ കോസ് സ്ക്വയർ എന്ന് എഴുതി, ജസ്റ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻ്റർചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് നത്തിങ് ബട്ട് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ ആണ്, ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇനി ടാൻ സ്ക്വയർ എക്സിന് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഇല്ല, അതുകൊണ്ട് നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് എന്നുള്ള പണ്ടത്തെ ഒരു റിസൾട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ടാൻ സ്ക്വയർ എക്സിന് എങ്ങനെ എഴുതാം? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നുള്ള ട്രിഗോണമെട്രിയിലെ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തു. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഈ രണ്ട് ടേംസും സീക്ക് സ്ക്വയർ എക്സിന് ഇൻ്റഗ്രേഷൻ നമുക്കറിയാം. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? ടാൻ എക്സ് മൈനസ് 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? 1ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ്, പ്ലസ് സി. സോ ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20ലേക്ക് വരുമ്പോൾ ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള മാർഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. രണ്ട് ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 2 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് ആദ്യം എഴുതുന്നു, മൈനസ് 3 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. രണ്ട് ടേംസ് ആയിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒന്നാമത്തെ ഇൻ്റഗ്രലിന് നമുക്ക് ഇൻ്റഗ്രൽ 2 ഇൻറ്റു 1 ബൈ കോസ് സ്ക്വയറിന് പകരം നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 3 ഇൻറ്റു ഇതിൽ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് അല്ലേ ഉള്ളത്. നോക്കൂ, സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സിനെ ഞാൻ ഇങ്ങനെ എഴുതി, കോസ് എക്സ്. ഇതിലുള്ള ഇയാൾ ടാൻ ആണ്, ഇത് 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് എഴുതിക്കൂടെ. അതാ 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ്. ഓക്കെ, 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്ക്, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ രണ്ട് ടേംസും നമുക്ക് ടേം വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ടേം 2 എന്ന് എഴുതി, സീക്ക് സ്ക്വയർ എക്സിന് ഇൻ്റഗ്രേഷൻ ഉണ്ട്, ഡയറക്റ്റ് ആണ്, ടാൻ എക്സ് മൈനസ് 3 ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് 3 എഴുതി. സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സീക്ക് എക്സ് പ്ലസ് സി. 2 tan x minus 3 sec x plus c is the right answer. Next 21th question ആണ്. റൂട്ട് എക്സ് പ്ലസ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ്, കണ്ടോ, ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ആണ്. സോ ഇൻ്റഗ്രൽ റൂട്ട് എക്സ് പ്ലസ്
1/√x എന്ത് എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഈക്വൽ ടു √x എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. എക്സ് റേസ് ടു ഹാഫിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പോവാണ്. എക്സ് റേസ് ടു ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 1/√x മീൻസ് എക്സ് റേസ് ടു മൈനസ് ഹാഫ് ആണ്. എക്സ് റേസ് ടു മൈനസ് ഹാഫ് പ്ലസ് 1 മൈനസ് ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഹാഫ് തന്നെയാണല്ലോ. അപ്പോൾ ഹാഫ് ഡിവൈഡഡ് ബൈ ഹാഫ് പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. നമുക്ക് ഇതിനെ 2/3 എന്ന് എഴുതാം. 2/3 എക്സ് റേസ് ടു 3/2 പ്ലസ് 2 എക്സ് റേസ് ടു ഹാഫ് 2x raised to half plus c. So which is our option? 2/3 x raised to 3/2 plus 2x. The option number c ആണ് നമ്മുടെ ആൻസർ. Okay, option c is the right answer. Next, last question of this session ആണ് if d/dx of 4x cube minus 3x f of x equal to 4x cube minus 3x raised to 4 such that f of 2 is equal to 0, find f of x. ഇവിടെ നമുക്ക് f of x കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് d/dx എന്ന് പറയുന്ന ഈ ഓപ്പറേഷനെ ക്യാൻസൽ ആവണം. d/dx ക്യാൻസൽ ആവാൻ നമ്മൾ ഇവിടെ ഇൻ്റഗ്രൽ എന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ഇൻവേഴ്സ് പ്രോസസ്സ് ആണല്ലോ. അതുകൊണ്ട് ഇവിടെ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് f of x ലഭിക്കും. അപ്പോൾ ഇവിടെയും ഇൻ്റഗ്രേഷൻ കൊടുക്കുന്നു. സോ അവർ ആൻസർ ഈസ് വാട്ട്? f of x കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഇൻ്റഗ്രേഷൻ എടുത്തപ്പോഴാണ് എഫ് ഓഫ് എക്സ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻ്റഗ്രേഷൻ എന്ന് എഴുതുന്നു. ഇൻ്റഗ്രൽ 4x³ മൈനസ് 3/x raised to 4 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓഫ് റൈറ്റ് സൈഡ് ആണ്. നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 4x³ ഇൻ്റഗ്രൽ നമുക്കറിയാം x raised to 4 ആണല്ലോ. x raised to 4/4 അല്ലേ. 4 into x raised to 4/4 മൈനസ് 3 into x raised to -4 ആണ്. x raised to -4ൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? x raised to -4ൻ്റെ ആൻസർ -4 plus 1/-1. അപ്പം x raised to -3 ആണ്. x raised to -3 ഡിവൈഡ് ബൈ -3 പ്ലസ് c. അപ്പോൾ ഒന്നുകൂടി വൃത്തിയിൽ എഴുതിയാൽ x raised to 4 പ്ലസ് x raised to 4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ x³ പ്ലസ് c. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ. x raised to 4 പ്ലസ് 1/x³. ഈ x raised to 3 താഴോട്ട് എഴുതിയതാണ്. 3 ക്യാൻസലായി കേട്ടോ. മൈനസ് പ്ലസ് ആയി. x raised to -3 താഴോട്ട് എഴുതി. ഇനി നമുക്കിതിൽ ഈ f(2) = 0 എന്നുള്ളൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. f(2) = 0 എന്നുള്ള കണ്ടീഷൻ ഇതിന് ഇനീഷ്യൽ വാല്യൂ എന്നാണ് പറയുക. അപ്പോൾ ഈ c കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ വാല്യൂ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. f(2) = 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നോക്കൂ. f(2) = 0 മീൻസ് ഞാൻ ഈ ഇക്വേഷനിൽ x-ന് 2 എന്ന് കൊടുക്കുന്നു കേട്ടോ. f(2) = 0 ദാറ്റ് മീൻസ് 0 ഈസ് ഈക്വൽ ടു f(2) = 0 ആണല്ലോ. x-ന് 2 കൊടുത്താൽ 2 raised to 4 പ്ലസ് 1/2³ പ്ലസ് c. ഇതാണ് f(2). ന് 0 എന്ന് കൊടുത്തു. ദിസ് ഗീവ്സ് 0 ഈസ് ഈക്വൽ ടു 16 പ്ലസ് 1/8 പ്ലസ് c. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? c = -16 minus 1/8 അല്ലേ. -16 minus 1/8 എത്രയായിരിക്കും ആൻസർ? -8 into -128 minus 1 divided by 8 -129/8 ഇതാണ് നമ്മുടെ ആൻസർ. therefore what is f of x? f of x is equal to ഇതാണല്ലോ നമ്മുടെ ആൻസർ. x raised to 4 plus 1/x³. ലാസ്റ്റ് സിയുടെ വാല്യൂ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. c is equal to 129/8. ഈ സിയുടെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ f(2) = 0 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ f(2) = 0 കൊടുത്തു. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുത്തതാണ്. f(2) എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ദിസ് ഈസ് f(2) = 0. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാറ്റി എഴുതിയതാണ്. സോ c കിട്ടിയിട്ടുണ്ട് -129/8. ഇതാണ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ X7.1 എന്ന എക്സസൈസിലെ 22 ചോദ്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആകെ 22 ചോദ്യങ്ങളാണ് 7.1-ലുള്ളത്. 2 പാർട്ടായിട്ടാണ് നമ്മുടെ ഈ സെഷൻ ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. പ്രോബ്ലംസ് എപ്പോഴും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്ക് വൺ പെർഫെക്റ്റ് എന്നാണ് പറയുക. സോ എല്ലാവർക്കും ഒരു നല്ല ദിനം, ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.